തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തിട്ടുണ്ട്. 3 മാസത്തിനകം തിരഞ്ഞെടുപ്പും മറ്റും നടക്കും. സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പൊക്കെ അടുത്ത മാസം നടക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒപ്പം പൂർണ്ണമായി നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു വെൽഫെയർ പാർട്ടി എടുത്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതേ സ്റ്റാൻഡ് തന്നെയായിരിക്കുമോ? ഞങ്ങളുടെ പാർട്ടി രൂപീകരിക്കപ്പെട്ട ശേഷം 3ാമത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് വരാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ പ്രാദേശിക നീക്കുപോക്കുകളും സഖ്യങ്ങളും രൂപപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചിട്ടുണ്ട്. അത് പ്രാദേശികമായ സാധ്യതകൾ അടിസ്ഥാനത്തിലുള്ള നീക്കുപോക്കുകളാണ്. അത് LDFുമായും UDFുമായൊക്കെ അത്തരം ധാരണകൾ പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു സംസ്ഥാന തലത്തിലുള്ള ധാരണയോ ഒരു മുന്നണി ബന്ധമോ ഒന്നുമല്ല. ഞങ്ങൾക്കതിൽ ഒരു നിലപാടുള്ളത് BJP ഒഴികെ പ്രാദേശികമായ വികസനം മുൻനിർത്തി ഏത് മുന്നേറ്റങ്ങളോടും സഹകരിക്കുക എന്നതാണ്. ആദ്യഘട്ടത്തിൽ LDFുമായി സഹകരിച്ച് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ UDFുമായും സഹകരിച്ച് ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്വന്തം നിലക്ക് മത്സരിക്കുകയാണ് ചെയ്തത്. 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ സ്വന്തം നിലക്ക് മത്സരിക്കുകയാണ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ അഖിലേന്ത്യാ സ്വഭാവത്തിൽ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഞങ്ങൾ UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതായത് പ്രാദേശികമായി CPIMുമായി കൂട്ടുചേരുന്നതിൽ ഒരു തടസ്സവുമില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിയുമായും പ്രാദേശിക നീക്കുപോക്കുണ്ടാക്കാം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. BJP ഒഴികെ ഏത് പാർട്ടികളുമായും നീക്കുപോക്കുണ്ടാക്കാം. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. 1ാമത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വ്യാപകമായി കേരളത്തിൽ LDFുമായി ധാരണയുണ്ടാക്കിയിരുന്നു. CPM തന്നെയാണ് അതിന് മുൻകൈ എടുത്തത്. ആ ചർച്ചകളൊക്കെ വളരെ മുന്നോട്ട് പോയി പല ഘട്ടങ്ങളിൽ മീഡിയകളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. ഞങ്ങളുടെ ഒരു നിലപാടാണത്. പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ അങ്ങനെ തന്നെയാണല്ലോ. കേരളത്തിൽ തന്നെ പല ഈക്വേഷനുകൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറുണ്ട്. അതിനകത്തൊരു പ്രശ്നം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വെൽഫെയർ പാർട്ടിയെ മുമ്പൊന്നും കാണാത്ത തരത്തിൽ CPM നേതാക്കൾ, LDF നേതാക്കൾ വിമർശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും ആ CPM നേതാക്കൾക്കൊപ്പം അല്ലെങ്കിൽ അവർ നേതൃത്വം നൽകുന്ന പാർട്ടിക്കൊപ്പം വെൽഫെയർ പാർട്ടിക്ക് മത്സരിക്കുക എന്ന് പറയുന്നത് മറ്റൊരർത്ഥത്തിൽ ആത്മഹത്യാപരമല്ലേ? അല്ല, അത്തരം വിമർശനങ്ങളുടെയൊക്കെ സാഹചര്യം നിങ്ങൾക്ക് തന്നെ അറിയാലോ. കേരളത്തിൽ വെൽഫെയർ പാർട്ടിയെ CPM വിമർശിക്കാനുള്ള സാഹചര്യം നിങ്ങൾ വിലയിരുത്തിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. CPM മറ്റൊരു നരേഷൻ കഴിഞ്ഞ കുറച്ചു കാലമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു പ്രത്യേകമായൊരു ലൈൻ രൂപപ്പെടുത്തുകയാണ്. അതിൻ്റെ ഭാഗമായി ചിലരെ തീവ്രവാദികളും ഭീകരവാദികളൊക്കെ ആക്കാനുള്ള ശ്രമം നടത്തുന്നു. ആ ഒരു നരേഷൻ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി പലരെയും വിമർശിക്കുന്ന കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടിയെയും വിമർശിച്ചിട്ടുണ്ടാകും. അത്ര മാത്രമേ ഞങ്ങളതിൽ കാണുന്നുള്ളൂ. പ്രാദേശിക നീക്കുപോക്കുകൾ ഏത് രൂപത്തിലാണ് രൂപപ്പെടുക എന്നത് പ്രാദേശിക സാഹചര്യങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഉണ്ടാകുക. അതായത് അന്ധമായ വിരോധം CPIMന് വെൽഫെയർ പാർട്ടിയോട് ഉണ്ട് എന്ന് നിങ്ങൾ കരുതുന്നില്ല? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഇന്ത്യയുടെ ശത്രുക്കൾ ആയ BJP തന്നെയാണ് രാഷ്ട്രീയമായി ഞങ്ങളുടെ ശത്രുക്കൾ. ഇവിടുത്തെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ശത്രുക്കൾ അവർ തന്നെയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ന് CPIയുടെ സമ്മേളന പ്രമേയം യാദൃശ്ചികമായി വായിക്കാൻ ഇടയായി. അതിൽ പറയുന്നത് BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസുമായി സഖ്യമാകാം, കേരളത്തിൽ വരെ കോൺഗ്രസുമായി സഖ്യമാകാമെന്ന് CPIയുടെ പ്രമേയത്തിൽ കണ്ടു. തീർച്ചയായും ഇത് ഇന്ത്യ രാജ്യത്തുണ്ടായി വരേണ്ട വലിയൊരു രാഷ്ട്രീയമാണ്. ഞങ്ങൾ പറയുന്ന കാഴ്ചപ്പാട് മതനിരപേക്ഷ കക്ഷികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയിലെ സംഘപരിവാർ ശക്തികളെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വലിയ മുന്നേറ്റം സാധ്യമാക്കണമെന്ന് തന്നെയാണ്. അതിൽ ഉദാഹരണമായി ഇപ്പോൾ രാഹുൽ ഗാന്ധി രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭം, ഇന്ത്യയിലെ ജനാധിപത്യത്തെ എങ്ങനെയാണ് RSSും BJPയും കാണുന്നത്, കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ വളരെ ഗൗരവപ്പെട്ട സൂചനയാണ്. ജനാധിപത്യ സംവിധാനങ്ങളെ, വോട്ടിംഗ് സിസ്റ്റത്തെ എല്ലാം സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ വരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വിശാലമായ രാഷ്ട്രീയ ഐക്യം രൂപപ്പെട്ട് വരണം എന്ന് തന്നെയാണ് വെൽഫെയർ പാർട്ടിയുടെ കാഴ്ചപ്പാട്.
ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു 65 മെമ്പർമാരായിരുന്നു. 65 ഇടങ്ങളിൽ ഞങ്ങൾക്ക് മെമ്പർമാരുണ്ട്. പഞ്ചായത്ത് മെമ്പർമാർ, മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ, കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്തവണ ഈ കൂട്ടുകെട്ടുകളിലൂടെ ആ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ പറഞ്ഞ കൂട്ടുകെട്ട് എന്നത് പറയാതെ തന്നെ ഞാൻ പറയാം. വെൽഫെയർ പാർട്ടി വളരെ കൃത്യമായ പ്ലാനോടുകൂടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന ഒരു കാഴ്ചപ്പാടിൽ ഏറ്റവും മൗലികമായ ഘടകം വാർഡുകളിലൂടെ ജനക്ഷേമ ഗ്രാമങ്ങൾ രൂപപ്പെടുത്തുക എന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ 15 വർഷത്തോളമുള്ള വർക്കുകളിൽ അത് ശ്രദ്ധേയമായി നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വാർഡുകളിൽ വിജയിക്കുന്ന രീതിയിലുള്ള മുന്നോട്ട് പോക്ക് നടത്തണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രാദേശികമായി അതിനുള്ള നിരന്തരമായ പ്രവർത്തനവുമായി പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നറുക്കെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ ചിത്രം കുറേ കൂടി വ്യക്തമാവും. ഞങ്ങൾക്ക് നല്ല ഒരു വിജയമുണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വർക്കിനെ ഞങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ഉമായും LDF-ഉമായും ഒക്കെ യോജിച്ച് പ്രവർത്തിച്ച് അതിൻ്റെ നേട്ടം ഇരു കൂട്ടർക്കും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പം അങ്ങനെ ഒരു ചിന്തയിലേക്ക് നിങ്ങൾ പോവോ? ഞങ്ങൾ പറയുന്നത് പ്രാദേശികമായ നീക്കുപോക്കുകൾ എന്ന് പറയുന്നത് അതത് സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, അത് കേരളത്തിൽ UDF-ലെ കക്ഷികൾ രണ്ടായി മത്സരിക്കാറുണ്ട്. ചിലയിടങ്ങളിൽ CPI-യും CPM-ഉം രണ്ടായി മത്സരിക്കാറുണ്ട്. അതൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന സംഗതിയാണ്. ചിലയിടങ്ങളിൽ സ്വതന്ത്ര മുന്നണികൾ ഉണ്ടാകുന്നു. V4 പട്ടാമ്പിയൊക്കെ ഉണ്ടായതുപോലെ പലയിടങ്ങളിലും പല രീതിയിലുള്ള ജനകീയ മുന്നേറ്റങ്ങളും ഉണ്ടാകാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി വിജയിക്കുക എന്ന നിലപാടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നറുക്കെടുപ്പും മറ്റുമൊക്കെ പൂർത്തിയാകുമ്പോൾ സഖ്യങ്ങളും ധാരണകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു മുന്നോട്ട് പോക്കായിരിക്കും ഞങ്ങൾ നടത്തുക. അതായത് UDF-ൻ്റെ ഒരു ഫിക്സഡ് വോട്ട് ബാങ്ക് ആണ്, അല്ലെങ്കിൽ ഘടകകക്ഷി അല്ലെങ്കിൽ പോലും ഒപ്പം എല്ലാ കാലത്തും വെൽഫെയർ പാർട്ടി ഉണ്ടാകും എന്ന് UDF നേതാക്കൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്താണോ ഞങ്ങൾക്ക് ലാഭം അതിലേക്ക് പോകും എന്നാണ് റസാഖ് പാലേരി പറയുന്നത്. LDF-നെയും CPM-നെയും സംബന്ധിച്ച് നിങ്ങൾ നിശിതമായി വിമർശിക്കുകയാണെങ്കിലും ഞങ്ങളതിനെ ഓരോ സബ്ജക്റ്റ് വൈസ് വിമർശനമായി മാത്രമേ കാണുന്നുള്ളൂ എന്ന നിലപാടാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.